നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്നത്തെ നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് ആക്ച്വലി ഇന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. വിശ്വസിക്കാമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഡൗട്ട് വരുന്നുണ്ട്. അവരുടെ സ്നേഹം ഇവർ പറയുന്നുണ്ട്, സ്നേഹമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ചില സമയത്ത് അകന്ന് നിൽക്കുന്നു, മാറി നിൽക്കുന്നു, ഓരോന്ന് ചെയ്യുന്നു. ഓക്കെ, തുറന്നത് ചിലപ്പോൾ പറയുന്നില്ല, ചില സമയത്ത് കാണിക്കുക. ഓക്കെ, അങ്ങനെ ഇങ്ങനെ കൺഫ്യൂഷൻ ഒരുപാട്. ഓക്കെ, സോ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഈ വ്യക്തിയെ എന്ന് നോക്കാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അവരുടെ ഫീലിങ്സ് ആൻഡ് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, പേഴ്സൻ്റെ ഫീലിങ്സ്. മൂൺ കാർഡ്, കൺഫ്യൂഷൻ, ജസ്റ്റിസ്. ഓക്കെ, the chariot, death, and okay, good. Four of swords. ഓക്കെ, ഇവിടെ സിറ്റുവേഷൻ എനിക്കിപ്പോൾ കാണുന്നത് നിങ്ങളുടെ ഇടയിൽ പേഴ്സൻ്റെ ഫീലിങ്സ് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ഫീലിങ്സ് ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ക്ലാരിറ്റി തരുന്നില്ല നിങ്ങൾക്ക്. ഓക്കെ, ഒരു വ്യക്തത തരുന്നില്ല ഈ സിറ്റുവേഷനിൽ എന്താണ് എന്നുള്ളത്. അവർ തുറന്ന് നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. പേഴ്സൺ എന്താ ഫീൽ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്നില്ല. പേഴ്സണിന് തന്നെ ആക്ച്വലി ഉറപ്പില്ല, അതാണ് മെയിനായിട്ട്. ഓക്കെ, അവർ തന്നെ കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി ആക്ച്വലി വരുന്നുണ്ട്, ഒരു ഹിഡൻ എനർജി വരുന്നുണ്ട്. അതായത് എന്തോ സീക്രറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മറഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. തേർഡ് പാർട്ടി എനർജി വന്നിട്ടുണ്ട് ഇവിടെ. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക്. ഓക്കെ, സോ മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചിലപ്പോൾ തുറന്ന് അവർക്ക് ഫീലിങ്സിൽ അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ, അതായത് എന്താണ് എന്ന രീതിക്ക് അവർക്ക് തന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനത്തെ കൺഫ്യൂഷൻ ആയിരിക്കാം. മേ ബി ഫാമിലി അല്ലെങ്കിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള മുന്നോട്ട് എന്താവും എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം 2 കാർഡിൽ എനിക്ക് തേർഡ് പാർട്ടി എനർജി വന്നിട്ടുണ്ട്. സോ മേ ബി നിങ്ങളുടെ പേഴ്സണിന് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് ദാറ്റ് തേർഡ് പാർട്ടി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മനസ്സിലൊരു കൺഫ്യൂഷൻ. ഓക്കെ, ജസ്റ്റിസ് കാണുന്നുണ്ട്. കാരണം അവർ നിങ്ങളോട് ന്യായം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. ഓക്കെ, അവർക്ക് ആഗ്രഹമുണ്ട് ദാറ്റ് നിങ്ങളോട് ന്യായമായ രീതിയിൽ ഒരു ബന്ധം വേണം. ഓക്കെ, ന്യായം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഓക്കെ, ആ തെറ്റുകൾക്ക് അവർക്കൊരു റിഗ്രറ്റ് ഉണ്ട് അവരുടെ മനസ്സിൽ എന്ന് പറയാം. ശരിക്കും ന്യായമായിട്ട് കുറച്ച് പേര് ശരിക്കും ഈ ബന്ധത്തിൽ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധം വേണം എന്ന രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. ചാരിറ്റും മൂവ്മെൻ്റ് ആണ് പറയുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിലൊന്ന് മീറ്റിംഗ് കാണാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ, അതെല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡെത്ത് ആൻഡ് 4 ഓഫ് സോർഡ്സ് ഉണ്ട്. നിങ്ങൾ തമ്മിലൊരു എൻഡിങ് കാണുന്നുണ്ട്. സോ മേ ബി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവില്ല, ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു എൻഡിങ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ എന്ന രീതിക്കാണ്. കാരണം അതിവിടെ ഏസ് ഓഫ് കപ്സ് ഉണ്ടായിരുന്നു. സോ യെസ്, നിങ്ങളോടുള്ള ഫീലിങ്സ് അവരുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അവർ മനസ്സിൻ്റെ ഉള്ളിൽ ഫീലിങ്സ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ മേ ബി തേർഡ് പാർട്ടി കാരണം വിട്ടുപോയതായിരിക്കാം. ഓക്കെ, ഇങ്ങനെ എനിക്കെന്തോ അങ്ങനെ ഒരു ഫീലിംഗ് വന്നു. മേ ബി അവർക്ക് ദറ്റ് തോന്നിക്കാണാം ദറ്റ് നിങ്ങളോട് എനിക്ക് ന്യായം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടായിരിക്കാം ചിലപ്പോൾ ഈ പകന്ന് നിൽക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി കാരണമായിരിക്കും തേർഡ് പാർട്ടി അവരുടെ ലൈഫിൽ ഉണ്ടാവാം. ഇവിടെ ഒരു എൻഡിങ് എന്ന രീതിക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കോമ്പറ്റീഷൻ ഉണ്ട് ഇവിടെ നിങ്ങളുടെ ഇടയിൽ. സെപ്പറേഷൻ, കോമ്പറ്റീഷൻ, തേർഡ് പാർട്ടി എനർജിയൊക്കെയാണ് വരുന്നത്. ലെറ്റ്സ് സീ. Knight of Swords again. 6 of Swords. 6 of Cups. Okay. King of Cups. Wow. ഓക്കെ, പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട്. കിങ് ഓഫ് വാൻസ് എനർജിൻ്റെ ഏസ് ഓഫ് സോർട്സ് ഉണ്ട്. യെസ്, ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീയൂണിയൻ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. കിങ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. വളരെ സ്ട്രോങ് ഫീലിങ്സ് ആണ് നിങ്ങളോട്. ഓക്കെ, അവർക്ക് നിങ്ങളോട് അത് എക്സ്പ്രസ് ചെയ്യണം, തുറന്ന് പറയണം ഫീലിങ്സ് എന്ന രീതിക്കുണ്ട്. വേറെ എന്ത് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിലും ശരി, ഓക്കെ, നിങ്ങൾ മുമ്പ് എന്ത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും ശരി, നിങ്ങൾ തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നായിരിക്കും. ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഓക്കെ, ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കിയതായിരിക്കാം, ഗോസിപ്പായിരിക്കാം. ഓക്കെ, നിങ്ങളെപ്പറ്റി ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടോ ഗോസിപ്പ് പറഞ്ഞായിരിക്കാം. സോ അങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകൾ എന്തെങ്കിലും വന്നിട്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ അകന്നത്.
ബട്ട് ഇവിടെ പേഴ്സൺ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് 6 ഓഫ് സോർഡ്സ് 6 ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഡെഫിനറ്റ്ലി ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. 6 എന്നുള്ള നമ്പർ തന്നെ നമ്മൾ വീനസ് ലവ് എന്ന രീതിക്ക് എടുക്കും. ആൻഡ് പാസ്റ്റ് ലൈഫിൻ്റെ ഒരു കണക്ഷൻ പറയാറുണ്ട്. സോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ. അവരും മിസ്സിംഗ് എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ യുനോ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. കിങ് ഓഫ് കപ്സ് എനർജി. പേജ് ഓഫ് വാൻസ് എനർജി എന്ന് പറയുമ്പോൾ അവരൊരു മെസ്സേജ് അയക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അവർ ആലോചിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് അയക്കണം, സംസാരിക്കണം, പറയണം എന്ന രീതിക്കൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ കിങ് ഓഫ് വാൻസും ഉണ്ട്. യെസ്, അവർ ആക്ഷൻ എടുക്കും നിങ്ങളുടെ ടുവേർഡ്സ്. യെസ്, ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഏസ് ഓഫ് സോർഡ്സും ഉണ്ട്. ക്ലാരിറ്റി തരും നിങ്ങൾക്ക്. ആക്ച്വലി ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് അവർ ഈ ബന്ധത്തിനെ സ്ട്രോങ്ങർ ആക്കാനുള്ള ഒരു ശ്രമം എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഐ തിങ്ക് ഇന്നലത്തെ എനർജിയിൽ നമുക്ക് വന്നത് ഒരു എൻഡിങ് ആയിരുന്നു. ആ എൻഡിങ് മാറിയിട്ട് അവർ നെക്സ്റ്റ് ആക്ഷൻ എടുക്കും എന്ന രീതിക്ക് ഇപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക്. ഓക്കെ, സോ മേ ബി അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കാം ഇന്നലത്തെ എനർജിയുടെ. ഓക്കെ, ഫുൾ ഈ 11 പോർട്ടലും ഫുൾ മൂണൊക്കെ നമ്മുടെ 11 പോർട്ടലും ഇതൊക്കെ കടന്നു പോയപ്പോൾ ഐ തിങ്ക് പേഴ്സണലിൽ വന്ന മാറ്റങ്ങളായിരിക്കാം ഇത്. ഓക്കെ, അവർക്ക് ഇനി ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം അവരുള്ളിൽ വരുന്നുണ്ട്. നൈറ്റ് ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കുക എന്ന രീതിക്കാണ്. എൻ്റെ യെസ് അവിടെ ഒരു മെസ്സേജിൻ്റെ ഒരു ഓപ്ഷൻ ഇത് കാണുന്നുണ്ട് എനിക്ക്. നിങ്ങൾക്കൊരു മെസ്സേജ് വരാം, അല്ലെങ്കിൽ ഒരു സംസാരം വരാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ വീണ്ടും ഒരു റീസ്റ്റാർട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അവർ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? സോറി, അതിനുള്ളതെന്ന് നമുക്ക് ചോദിച്ചേക്കാം. അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് റിലേഷൻഷിപ്പിൽ? 4 ഓഫ് പെന്റിക്കിൾസ്, മജീഷ്യൻ, നൈറ്റ് ഓഫ് കപ്സ്. ഓക്കെ, 9 of swords, one more card please, and 9 of cups. Okay, see, എനിക്ക് ഇവിടെ കാണുന്നത്, ഞാൻ വളരെ തുറന്ന് ഞാൻ പറയും, എനിക്ക് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, ഫീലിങ്സ് യെസ് ഉണ്ട്. പക്ഷേ തേർഡ് പാർട്ടി എനർജിയും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അറ്റ്ലീസ്റ്റ് ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർ വേറെയും ചില കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട്. ആ സത്യം നിങ്ങൾ ആക്ച്വലി അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് മനസ്സിലാക്കി നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ബിക്കോസ് ഇവിടെ എനിക്ക് കാണുന്നത് അഗൈൻ മജീഷ്യൻ എനർജി വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു മാനിപ്പുലേഷൻ എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, അതായത് മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അതായത് അവർ തേർഡ് പാർട്ടി അവരുടെ ലൈഫിൽ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുള്ളായിട്ടൊരു സ്റ്റാൻഡ് എടുക്കാൻ അവർ റെഡിയല്ല ഇപ്പോഴും. ഓക്കെ, കാരണം ഇവിടെ 3 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, 6 ഓഫ് പെന്റിക്കിൾസ്, 3 ഓഫ് കപ്സ്. ഒരുപാട് എനിക്ക് തേർഡ് പാർട്ടി എനർജി ഇവിടെ വല്ലാതെ കയറി വരുന്നുണ്ട്. സോ തേർഡ് പാർട്ടി ഉണ്ടാവും അവരുടെ ലൈഫിൽ. മേ ബി മാരീഡ്, വോട്ടെവർ, അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ആലോചിച്ചോളൂ. അവർ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന്. എൻ്റെ ഈ നൈറ്റ് ഓഫ് സോർട്സ് എനർജി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. സോ നിങ്ങളുടെ പേഴ്സൺ യെസ് നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന ആഗ്രഹമുണ്ട്, നിങ്ങളായിട്ട് റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് കാണുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഓക്കെ, അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുണ്ട്, ആഗ്രഹമുണ്ട്, 9 ഓഫ് കപ്സ് എനർജി ഉണ്ട് ഇവിടെ. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ അവർക്ക് വേണം. ഓക്കെ, അത് നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറല്ല. ഓക്കെ, അവർക്ക് വേണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ എവിടെയോ അവർക്ക് മേ ബി അവരുടെ സാഹചര്യങ്ങളായിരിക്കാം. ഓക്കെ, അവരുടെ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കാം അത് അവരെ പുറകോട്ട് വലിക്കുന്നുണ്ട്. ഓക്കെ, അവർ അല്പം ഹോൾഡ് ബാക്കും എനിക്ക് കാണുന്നുണ്ട്. സോ ഫുള്ളി അവർ ഓപ്പൺ അപ്പ് ആവുന്നില്ല നിങ്ങളുടെ അടുത്ത്. ഓക്കെ, അവർ ഫുള്ളി നിങ്ങളോട് അത്രയും നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു അതുപോലെ അവർക്ക് നിങ്ങളോട് അതേപോലെ അവരുടെ മനസ്സിലുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ അവരെ നമ്മൾ പറയില്ലേ, ശരിക്കും പുറമേ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നമാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ്, ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, അവർക്ക് ഫീലിങ്സ് യെസ് ഉണ്ട് എന്നുള്ളത് ട്രസ്റ്റ് ചെയ്യാം. പക്ഷെ ബാക്കി അതിൻ്റെ അപ്പുറം, അതായത് ഒരു ആക്ഷനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ശരിക്കും നിങ്ങളോട് ആ ഒരു ഫുൾ ഓപ്പൺ ആയിട്ട് ഫുള്ളൊരു ഓണസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആ ഒരു രീതിയിൽ എനിക്ക് കാണുന്നില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇൻ ആൻഡ് ഔട്ട് എനർജി ഉണ്ട്, തേർഡ് പാർട്ടി എനർജി ഉണ്ട്. സോ അവർ വേറെയും എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ടെങ്കിൽ അതിന് കൂടി അവർ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനെയും നിലനിർത്തി നിങ്ങളെയും നിലനിർത്തുക എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. സോ ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എവിടെയോ ലൈക്ക് അവർക്ക് മേ ബി സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ. സോ നിങ്ങളത് റിയാലിറ്റി മനസ്സിലാക്കി നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഗൈഡൻസ് ആയിട്ട് എടുക്കാൻ ഞാൻ ആഗ്രഹമുണ്ട്, ആഗ്രഹങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയില്ലേ ചിലപ്പോൾ ഓക്കെ മേ ബി സാഹചര്യം വേറെ ആയിരുന്നെങ്കിൽ, സമയം വേറെ ആയിരുന്നെങ്കിൽ മേ ബി നമ്മൾ ഒന്നിച്ചേനെ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ എവിടെയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ ചിലപ്പോൾ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയെന്ന് വരില്ല. ഓക്കെ,
ഓക്കെ, ഞാൻ ഗൈഡൻസ് കൂടി എടുക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് അഗൈൻ. ഓക്കെ, നേരത്തെയും നമ്മൾ കണ്ടിരുന്നു. ലിമിറ്റേഷൻസ്, ഫിയേഴ്സ്, യെസ്. ഓക്കെ, അട്രാക്ഷൻ, ചേഞ്ച് ഓർ കറേജ്, പ്രസൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് ഗൈഡൻസ് എന്താ വരുന്നത്? ഡിറ്റാച്ച്മെൻറ്റ്, കോൾഡ്, വിഷ് ഫുൾഫിൽമെൻറ്റ് അഗൈൻ. ഓക്കെ, റെസിസ്റ്റൻസ്, സ്പിരിറ്റ് ഗൈഡ്സ്, സെപ്പറേഷൻ. ഇത് അഗെയിൻ എനിക്കൊരു ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയാം. ഓക്കെ, ഇൻ ആൻഡ് ഔട്ട് മാത്രമല്ല, അതായത് നിങ്ങൾ തമ്മിൽ ഒരു അടുപ്പമുണ്ട്, അറ്റാച്ച്മെന്റ് ഉണ്ട്. ഏസ് ഓഫ് കപ്സ് എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നത്. യെസ്, അറ്റാച്ച്മെന്റ് ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ വളരെ കാണുമ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ട് വളരെയധികം അട്രാക്ഷനും എല്ലാം ഉണ്ട്. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആൻഡ് പക്ഷേ അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നുന്നത് പരസ്പരം, ലൈക്ക് നിങ്ങളോടും ആക്ച്വലി നിങ്ങളുടെയും ഒരു വിഷ് ഫുൾഫിൽ ആവുന്ന പോലെയാണ്. അവർക്കും തന്നെ ഞാൻ നേരത്തെ 9 ഓഫ് കപ്സിൻ്റെ ഞാൻ പറഞ്ഞു, അവർക്കൊരു ആഗ്രഹമാണ്, ലൈക്ക് നിങ്ങൾ അവരുടെ ലൈഫിലെ ഒരു ആഗ്രഹം, വിഷാണ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. എല്ലാം ഉണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ അഗെയിൻ ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസും ഫിയേഴ്സും ആണ്. അതായത് അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ, തടസ്സങ്ങളുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം. ജോലി ആയിരിക്കാം, കരിയർ ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, പണമായിരിക്കാം, നിങ്ങളുടെ റിലീജിയൻ വേറെ വേറെ എന്ന രീതിക്ക് എന്തുമാവാം. ഓക്കെ, പേടികൾ, ഫിയേഴ്സ് എന്ന രീതിക്ക് ഇവിടെ കാണുന്നുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട് എന്ന രീതിക്കാണ്. അവർക്ക് ആ പേടികൾ, അവർക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. ഒരു മാറ്റം കൊണ്ടുവരണം. ഇവിടെ ചേഞ്ച് ആൻഡ് കറേജ് ആണിത്. സോ ഇവിടെ പറയുന്നത് അവർ ആ ഒരു ചേഞ്ച് അവർ കൊണ്ടുവരണമെങ്കിൽ അവർക്കൊരു ധൈര്യം വരണം. ആ ധൈര്യം അവർക്ക് ഇപ്പോഴും ഇല്ല. അവരിപ്പോഴും ആ ഫിയേഴ്സിൽ നിന്നാണ് നിൽക്കുന്നത്. ഓക്കെ, അവർ അട്രാക്ഷൻ ഉണ്ട്, പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം, അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് അത്രത്തോളം നമുക്ക് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാവണം. എന്തെങ്കിലും ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മൾ മാറ്റാൻ ശ്രമിക്കണം. പക്ഷെ അത് അവർ അതിന് തയ്യാറല്ല. ഓക്കെ, അതിനുള്ള ഒരു എന്താ പറയുക, സ്റ്റെപ്പ് എടുക്കാൻ അവർ തയ്യാറല്ല. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഓവറോൾ യൂണിവേഴ്സ് ആക്ച്വലി അവർ ഇടയ്ക്കിടയ്ക്ക് എന്താണെന്ന്, അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചില സമയത്ത് അവർ കോൾഡായിട്ട് നിൽക്കുക. കോൾഡ് എന്ന് പറയുമ്പോൾ ഒരു ഇമോഷൻസേ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, ഇമോഷൻസ് പറയാനുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. ഓക്കെ, ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. പക്ഷേ ചില സമയത്ത് അവർ നിങ്ങളുടെ അടുത്ത് അകന്ന് നിൽക്കുക, മാറി നിൽക്കുക, ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക, നിങ്ങളോടൊന്നും പറയാതെ നിൽക്കുക, അല്ലെങ്കിൽ മാറിപ്പോവുക ഇടയ്ക്കിടയ്ക്ക്. സോ ഇൻ ആൻഡ് ഔട്ട് എനർജി വളരെ സ്ട്രോങ് ആയിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അഡ്വൈസ് യൂണിവേഴ്സ് പറയുന്നത്, ഓക്കെ, നിങ്ങൾ ഒന്നാമത് കുറച്ചുകൂടി നിങ്ങൾ സ്പിരിച്വലി അലൈൻഡ് ആവുക. അതായത് യൂണിവേഴ്സുമായിട്ട് ഹെൽപ്പ് എടുക്കാം. ഓക്കെ, യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് തരും. ആൻഡ് നിങ്ങളോട് പറയുന്നത് പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ജീവിക്കൂ. ഓക്കെ, നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ഇനി ഒരുപാട് ചിന്തിച്ച് ഈ സിറ്റുവേഷൻ എന്താവും എന്ന് ചിന്തിച്ച് നിങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഞാനിവിടെ പറഞ്ഞു. അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിൽ യെസ് ഉണ്ടാവും, പേഴ്സണിന് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളെ വിട്ടുപോകുന്നതായിട്ടൊന്നും അല്ല പറയുന്നത്. യെസ്, അവർ വരുമിടയ്ക്ക് ഉണ്ടാവും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, നിങ്ങളോട് സംസാരിക്കും, ചിലപ്പോൾ നല്ല സമയങ്ങളുണ്ടാവും നിങ്ങൾ തമ്മിൽ. പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും അവർ പുൾ ബാക്ക് ചെയ്യും. ഓക്കെ, പിന്നെ അവരുടെ വേറെ ലൈഫ് അവർക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ അതിനവർ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഓക്കെ, സോ അങ്ങനെ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി നിങ്ങൾക്ക് എപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതിൻ്റെ ഇവിടെ ഓക്കെ, ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോഴത്തെ മൊമെൻറ്റ് നിങ്ങളുടെ ജീവിതം തൽക്കാലം എന്താ പറയുക, നിങ്ങൾക്കുള്ളതിനെല്ലാം നന്ദി പറയാൻ തുടങ്ങാം. ഓക്കെ, നിങ്ങൾക്കുള്ളതിന് നന്ദി പറഞ്ഞു തുടങ്ങാം. നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് നോക്കി തുടങ്ങാം. ആൻഡ് ഇവിടെ ഗ്രോത്ത് കാണുന്നുണ്ട്. എനിക്ക് റിലേഷൻഷിപ്പിൽ ചില മാറ്റങ്ങൾ എനിക്ക് കാണുന്നുണ്ട്. സമ്മർ എന്ന രീതിക്ക് കാണുന്നുണ്ട്. സമ്മർ പറയുമ്പോൾ ഇപ്പോൾ ആക്ച്വലി ഇത് ഓട്ടം ഹാർവെസ്റ്റ് ഉണ്ട്. ഓട്ടം ഇപ്പോൾ ഇവിടെ ഫോൾ സീസൺ ഇപ്പോൾ ഇവിടെ ഈ സമയത്ത് കഴിഞ്ഞു. ആക്ച്വലി ഒക്ടോബർ ഒക്കെയാണ് നമ്മൾ പറയാറ്. സോ ഓക്കെ, എനിവേ ഒക്ടോബർ അല്ലെങ്കിൽ വരുന്ന സമ്മർ എന്ന് പറയുമ്പോൾ മാർച്ച് അല്ലേ, ഫെബ്രുവരി മാർച്ച് ആ സമയം, അല്ലെങ്കിൽ ഒക്ടോബറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ചിലപ്പോൾ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുമായിരിക്കും. നിങ്ങളോട് കുറച്ചുകൂടി അറ്റാച്ച്ഡ് ആവുന്നതൊക്കെ കാണുമായിരിക്കും. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഐ തിങ്ക് അവരൊരു അകൽച്ച എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. സ്നേഹമില്ലാഞ്ഞിട്ടോ ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടോ അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം മേ ബി ഇതായിരിക്കാം. എന്നിട്ട് ഇപ്പോഴത്തെ മൊമെൻറ്റ്, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ല അവർ വരുമ്പോൾ അവർ നിങ്ങളുടെ കൂടെ ഉള്ള സമയങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിൽ ഹാപ്പി ആവാൻ ശ്രമിക്കുക. കാരണം സിറ്റുവേഷൻ ഇങ്ങനെയാണ്, സാഹചര്യം ഇങ്ങനെയാണ്, മാറ്റാൻ സാധിക്കും. അത് ഓരോരുത്തരും ഓരോ നേച്ചറുമായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനെ ഫിയേഴ്സ് ഒരുപാട് പുറകോട്ട് വലിക്കുന്നുണ്ട്. അവർക്ക് ചില കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ അവർക്ക് അത്ര ഒരു ഇത് വരുന്നില്ല. ഓക്കെ, സോ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഉള്ളതിൽ ഇപ്പോൾ തൽക്കാലം ഹാപ്പി ആവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ ഇരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ നിങ്ങൾ നോക്കി തുടങ്ങാം. ഓക്കെ, അതാണ് ഇവിടെ നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നത്. നിങ്ങൾ തമ്മിലുള്ള
വിഷസ് ഫുൾഫിൽ ആവാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇവിടെ. എനിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ റിലേഷൻഷിപ്പ് മാറാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ട് കാര്യമില്ല, ടെൻഷനായിട്ട് കാര്യമില്ല. ഓക്കെ, പോകുന്ന പോലെ പോട്ടെ എന്ന് വെക്കാം. ഓക്കെ, ഒരു ഗോ വിത്ത് ഫ്ലോ എന്ന പോലെ. ഓക്കെ, പോകുന്ന പോലെ ഓക്കെ ശരി, ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ, ഇതാണ് സിറ്റുവേഷൻ എന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്കൊരു സമാധാനം ഫീൽ ചെയ്യുള്ളൂ. ഇതിവിടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ യെസ്, ട്രസ്റ്റ് ചെയ്യാം, വിരോധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കാതിരിക്കുക അതിൽ. ഓക്കെ, ഈ ബന്ധത്തിൽ എനിക്ക് കൂടുതൽ എന്താണ് വളരെ അധികം സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും ഒരു പേഴ്സൺ നിങ്ങളോട് വേറെ എന്തെങ്കിലും മാറ്റങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, ഇപ്പോൾ പോകുന്ന പോലെ യെസ് ഇങ്ങനെയൊക്കെ പോകും. പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, ഇങ്ങനെ ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ആളെ വിട്ടുപോകും ടോട്ടലി എന്നൊന്നും നിങ്ങൾ കരുതണ്ട. സോ ഫീലിങ്സ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം പേഴ്സൻ്റെ. പക്ഷെ വേറെ ആക്ഷനായിട്ടോ അല്ലെങ്കിൽ കൂടുതലൊരു ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ എനർജിയിൽ അങ്ങനെയില്ല. ഓക്കെ, മേ ബി പിന്നീട് എപ്പോഴെങ്കിലും ചില മാറ്റങ്ങൾ ഓരോരുത്തർക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആരും, ഞാനങ്ങനെ എന്താ പറയുക കല്ല് കുത്തിയ പോലെ നമ്മൾ പറയുന്നതൊന്നുമല്ല. ഓക്കെ, മാറാനുള്ള സാധ്യതകളും ഉണ്ട്. സോ മാറ്റങ്ങൾ വരുമായിരിക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യൂ തൽക്കാലം. ഓക്കെ, നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോൾ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.